പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ അടീനിയത്തിൻ്റെ വിത്താണിത് കേട്ടോ. ഈ അടീനിയത്തിൻ്റെ വിത്ത് നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഈ കാറ്റ് വന്നിട്ട് അതാണ് പാറിപ്പോട്ടോ. അപ്പൂപ്പൻ താടി പോലെയാണിത്. ഇത് കണ്ടില്ലേ, അപ്പൂപ്പൻ താടിൻ്റെ അതേ രൂപത്തിലാണിത്. ഈ അടീനിയത്തിൻ്റെ വിത്തുകളുണ്ട്. ഇത് നമ്മൾ ഈ പൊട്ടി ഇങ്ങനെ ഇതാവണ ആ സമയത്ത് തന്നെ നമ്മൾ ഉണങ്ങാൻ സമ്മതിക്കരുത്. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വിത്ത് മുളക്കൂല കേട്ടോ. കൂടുതൽ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ 1-2 ഒരാഴ്ച വരെയൊക്കെ വെച്ചാലും കുഴപ്പമില്ല. അത് നമ്മൾ കൂടുതലായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വിത്ത് മുളക്കൂല. അപ്പോൾ നമ്മളത് വലിയൊരു പണിയൊന്നുമില്ല. അത് വെറുതെ മണ്ണിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. എല്ലാ തൈകളും മുളക്കും. ഇപ്പോൾ അത് കണ്ടില്ല, ഇവിടെ ഒരു തൈ മുളച്ച് വരുന്നു. ഇതിൻ്റെ അടിഭാഗം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഭംഗിയുള്ളൊരു തൈ ആയിട്ടാണ് ഉണ്ടാകുക. ഇത് നമുക്ക് ഉപയോഗമില്ലാത്തൊരു ചട്ടിയിൽ അല്ലെങ്കിൽ കുറച്ച് മണ്ണിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മുളപ്പിച്ചെടുക്കാം കേട്ടോ. അത്ര പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയല്ല കേട്ടോ. ഇത് സാവധാനം വളരുള്ളത്. നമ്മൾ ഒരു വർഷം കൊണ്ട് ഒരു 3-4 ഇഞ്ചൊക്കെ വലിപ്പം, 1 ഇഞ്ച് വെണ്ണമൊക്കെ വരുള്ളൂ കേട്ടോ. നമ്മൾ ഇതൊരു വലിയൊരു ചെടിയാകാന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയത്നം കൊണ്ട് ഇത് വലിയൊരു ചെടിയായി കിട്ടുമല്ലോ. നമ്മൾ പെട്ടെന്ന് എല്ലാ ചെടികളും പോലൊന്നും ഈ അടീനിയം നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതിൻ്റെ ബാക്കിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ട്. നല്ല വളമൊക്കെ അതിൻ്റെ ആ കറക്റ്റിന് ചെയ്ത് കൊടുത്ത് എന്നെങ്കിലേ ഇത് ഉണ്ടാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തൊരു ചെടിയാണ് ഈ അടീനിയം. അടീനിയം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡും വലിപ്പത്തിനനുസരിച്ച് വിലക്ക് വ്യത്യാസം വരും കേട്ടോ. അത് അതിൻ്റെ തൂക്കത്തിനനുസരിച്ചും വണ്ണത്തിനനുസരിച്ചൊക്കെയാണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വിത്ത് കൊണ്ട് നട്ടു എന്ന് കരുതിയിട്ട് അത് പെട്ടെന്നൊരു ചെടി നമ്മളൊരു വർഷം കൊണ്ട് ഒരു ചെടിയായി പൂവിടുമെന്നൊന്നുമില്ല. ചിലപ്പം 1-2 വർഷമായിട്ട് അത് പൂവിടാൻ തന്നെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്നിങ്ങനെ ഈ മണ്ണിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് പൊടിമണ്ണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കുക. കുറച്ച് പൊടിമണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് കുറച്ച് താഴ്ന്നു വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മണ്ണിൽ എത്ര താഴ്ന്നാലും അത് നല്ല കരുത്തോടെ മുളച്ച് പോകും. അത് നമ്മൾ കുറച്ച് കൂടുതൽ മണ്ണിട്ട് ഒരു 1/2 ഇഞ്ച് മണ്ണിട്ട് വെച്ചിട്ടൊന്നും അത് മുളക്കാതെ ഇരിക്കൊന്നുമില്ല. നമ്മളിതിന് മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ ഒരു മുളച്ചിട്ട് ഞാൻ വീഡിയോ ഒരു 8 ദിവസം 10 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ മുളച്ച് കിട്ടും. വലിയ ദിവസങ്ങളൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ ഈ അടീനിയത്തിൻ്റെ പൂവ് കാണാൻ ഭംഗി തന്നെയാണ്. അതിലുപരി ഇതിൻ്റെ ഈ അടിഭാഗത്തിനാണ് കേട്ടോ അതിൻ്റെ വിലയും ഭംഗിയൊക്കെ വരുന്നത്. ഇതിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഇതിന് വിലക്ക് മാറ്റം വരും കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ചെടി എങ്ങനെയായാലും ഒരു 8 റുപ്യ 8,000 റുപ്യേൻ്റെ ഒക്കെ മേലെ വില വരുന്ന ചെടികളാണിത് കേട്ടോ. മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കാണുമ്പോൾ ഒന്ന് വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ എത്രത്തോളം എക്സ്പെൻസീവാണ്. ഇതൊക്കെ 9 വർഷം 10 വർഷമായ ചെടികളാണ് കേട്ടോ. അത് നമ്മൾ അത്രയും പരിപാലിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് ഇങ്ങനെ കായ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് എഫക്റ്റ് അതിലുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മളൊരു 2 വർഷം കൊണ്ട് 1 വർഷം കൊണ്ടൊന്നും ഇങ്ങനത്തെ ഒരു ചെടിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഇത് ഇങ്ങനെ തന്നെ 4 രൂപത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാകുക കേട്ടോ. പേടൊക്കെ ഇറങ്ങിയതിൻ്റെ പക്ഷേ നമ്മളതിൻ്റെ വേരുകൾ പല ദിശയ്ക്കുമൊക്കെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് പല രൂപങ്ങളും ആക്കി ഉണ്ടാക്കിയെടുക്കാം. ഇത് വലിയൊരു നമുക്കിങ്ങനെ ഫീൽ ചെയ്യുക ഒരു വലിയൊരു ഭീമാകാരമായ ഒരു ആലിൻ്റെ മാതിരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഒരു ബോൺസായി രൂപത്തിൽ. പക്ഷെ അത് ബോൺസായി അല്ല കേട്ടോ. ബോൺസായി രൂപത്തിലാണിത് വളരുക. നമ്മൾ ഈ ചെടി മാത്രമല്ല കേട്ടോ, അവിടെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യം വരുന്ന പച്ചക്കറികൾ, അത് വഴുതനങ്ങ, ചീര, മുളക്,
കയ്പ്പക്ക, വെണ്ടക്ക, തക്കാളി, പിന്നെ ചിരങ്ങ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചോളം, അങ്ങനെ കുറച്ച് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വരുന്ന മത്തന്, അതുപോലെ കുക്കുംബർ, അങ്ങനത്തെ ചെടികളൊക്കെ പിന്നെ പച്ചക്കറികൾ നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ പിന്നെ ആവശ്യത്തിന് പിന്നെ വേണ്ടിയിട്ടാണ്, വ്യാവസായികമായിട്ട് പിന്നെ കുറേ വിൽപ്പനക്കുള്ള പിന്നെ പച്ചക്കറികളൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല കേട്ടോ. നമ്മളെ ആവശ്യത്തിന് ഉള്ള പച്ചക്കറി മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ചീരൊക്കെ നല്ല പിന്നെ ഹെൽത്തി ആയിട്ട് വളരുന്ന പിന്നെ നല്ല രീതിയിൽ വളരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, നമ്മളിത് പിന്നെ നമ്മളിനിയിപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇത് പറിച്ചെടുക്കണില്ല, നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്നാലും നമുക്ക് അതിന്മേൽ തന്നെ വീണ്ടും നമുക്ക് ചെടികളൊരു 6 മാസമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പിന്നെ 2 ആഴ്ച കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തീർന്ന് പിന്നെ ഇല്ലാതാവും. അപ്പോൾ നമ്മൾ എല്ലാ ചെടികളും ഒരുപോലെ വളരണില്ല കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് വളർച്ച കുറവാണ്. അങ്ങനെ ഈ ഭാഗത്തൊക്കെ നല്ല വളർച്ച ആയിട്ടുണ്ട്. നമ്മളെ മുളക് ഇവിടെ പിന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. മുളക് കായ്ച്ചിട്ടുണ്ട്. മുളക് ഒരു ഉണ്ടമുളകാണ്, അതിൻ്റെ നീളമുള്ള മുളക് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതുപോലെയുള്ള മുളകുകളൊക്കെ പിന്നെ നമ്മൾ ഈ കൃഷിയിലുണ്ട് കേട്ടോ. ഇത് വഴുതനങ്ങയാണ് കേട്ടോ, ഒരു നീളം വഴുതനങ്ങയാണ് ഇത്. ഇതിന് നിറയെ കായ്കളുണ്ട് കേട്ടോ. കുറച്ചൊന്നുമില്ല, അവിടെ ഇതിന് ഒരുപാട്. ഇതിപ്പോൾ പിന്നെ ഒരു വർഷം 7 മാസമൊക്കെ ആയ തൈയാണ് കേട്ടോ. ഈ വഴുതനങ്ങൾക്കുള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് 2-3 വർഷമൊക്കെ നമുക്ക് കായ് തരും കേട്ടോ. പിന്നെ നമുക്ക് തന്നെ മടുക്കുമ്പോൾ നമ്മൾ വലിയൊരു മരമാകുമ്പോൾ വെട്ടി കളയാൻ പതിവ്. പിന്നെ വേറെ തൈ വെക്കും. ഇത് കണ്ടില്ലേ, ഇവിടെ പിന്നെ ഈ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുളക് പച്ചമുളകാണ് ഇത്. പിന്നെ നീളം മുളകുകളാണ് ഇതുള്ളത് കേട്ടോ. ഇതിന് നമ്മളിപ്പോൾ ഒരു കേട് വന്നിട്ട് പിന്നെ ഈ വെള്ളീച്ചൻ്റെ പിന്നെ പ്രശ്നം വന്നിട്ട് നമ്മൾ ഇന്നലെ പിന്നെ നമ്മൾ ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ, അതും അതിൽ കുറച്ച് എണ്ണയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കൂട്ടിയിട്ട് അടിച്ചു കൊടുത്താണ്. അത് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാറുമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഈ തുരുമ്പൽ കേട് ഇതൊക്കെ നമുക്ക് മാറി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്മേലൊന്നും കായ ഉണ്ടായിരുന്നില്ല, അതടിച്ച് ഇപ്പോൾ പുതിയ ഇലകളൊക്കെ വന്ന് ആ തുരുമ്പലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടിയും പറയുകയാണ്, നമ്മൾ ലിക്വിഡ് സോപ്പ് അതുപോലെ തന്നെ അതൊരു പിന്നെ 2 സ്പൂൺ എടുക്കുക 1 ലിറ്റർ വെള്ളത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഞ്ഞിവെള്ളം, കുറച്ച് എണ്ണയും, എന്തെങ്കിലും ഒരു എണ്ണ മതി കേട്ടോ. വേപ്പെണ്ണ ആണെങ്കിൽ അത്രയും നല്ലതാണ്. ആ എണ്ണ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേയറിലിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തുരുമ്പിക്കൽ മാറി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പച്ച ചീരയുണ്ട് കേട്ടോ, പച്ച കളറ് ചീരയുണ്ട്. അതുപോലെ തന്നെ ചുവപ്പ് ചീരയുണ്ട്. ചുവപ്പ് ചീരൻ്റെ അടിഭാഗത്ത് നിന്നൊക്കെ നല്ല കമ്പുകൾ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് പിന്നെ ഉണ്ടാവേണ്ടത്. എന്നാൽ നമ്മൾ ഈ തല നുള്ളിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആഴ്ചയിൽ നമുക്ക് അതിന് വിളവെടുക്കാൻ സാധിക്കും. പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ അപ്പം തീർന്നു പോകും. പിന്നെ പച്ചച്ചീര ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പച്ചച്ചീര ഇത് പാകിയല്ല, നമ്മൾ ആദ്യം എന്തെങ്കിലും ഉണ്ടായതിൻ്റെ കൂട്ടത്തിൽ അത് വളർന്ന് വരികയാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ ആദ്യം പച്ചച്ചീര ഉണ്ടായിരുന്നു. നമ്മൾ ഈ കുക്കുംബർ ഇവിടെ പിന്നെ കൃഷി ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ പിന്നെ ഇതുണ്ടായിട്ടുള്ളത്. പിന്നെ ചീര ഉണ്ടായിട്ടുള്ളത് ഒക്കെ പച്ച കളറാണ്. കണ്ടില്ല, ഇവിടെ ഒരു എന്തോ ഒരു ജന്തു വന്നിട്ടുണ്ട്. നമ്മൾ മണ്ടോടെന്ന് പറയും, ഒരു ചുവപ്പ് കളറുള്ളൊരു വണ്ടിൻ്റെ മാതിരിയുള്ളതാണ്. അത് വന്നാൽ പിന്നെ ആക്കാണ്ട് തിന്ന് നശിപ്പിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മരുന്ന് എന്തെങ്കിലുമൊക്കെ വേറെ കീടനാശിനിയൊക്കെ കൊടുന്ന് അടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കലാവും പിന്നെ നല്ലത്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കളകളുണ്ടാവും. ഈ ഒരു പുല്ലുണ്ടല്ലോ, ഇതൊരു വൃത്തികെട്ട പുല്ലാണ്. എത്ര പറിച്ചാലും അത് പോവില്ല. ആ പുല്ല് നമ്മൾ കൃഷിയിലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൃഷിക്കാരൻ തെണ്ടി എന്ന് പറയേണ്ടി വരും. അത് എത്ര പറിച്ചിട്ടാലും അത് പോവില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള പുല്ലാണ്. അത് പൂവിടുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പറിച്ച് കളയാൻ നോക്കുക നമ്മൾ കൃഷിയിടത്തിലുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ, പിന്നെ കുക്കുംബർ ഈ ഭാഗത്തുണ്ട്. കുക്കുംബർ നമ്മളിവിടെയൊക്കെ കുക്കുംബർ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ മുളകിനൊക്കെ കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേടൊക്കെ മാറിയിട്ട് നമ്മളെ മരുന്നടിച്ചിട്ട് കേട് മാറിയിട്ട് ഇപ്പോൾ പുതിയ പിന്നെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പം വെള്ളയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നിൽ കാണിച്ചിരുന്നു. നമ്മളിവിടെ ഒരു മുള നാട്ടിയിട്ടുണ്ട്. അതിന്മേലാണിത് പടർത്തുന്നത്. ഇത് നല്ല കൊണ്ട് ഉണ്ടായിട്ട് നല്ല ഒരു ഇത് നല്ലൊരു ഭംഗിയാവും കേട്ടോ. ഒന്നായിട്ട് പൂണ്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ നീല നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നീല ഏതായാലും അടുത്ത് തന്നെ നീല കൊടുന്നിട്ട് ഇതിൻ്റെ അടുത്ത് കുഴിച്ചിട്ടിട്ട് രണ്ടുപേരും ഇതിലേക്ക് പടർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചെടിയാണ് കേട്ടോ. ഈ ചെടി ഇത് കണ്ടില്ലേ, ഇതിനൊരു നല്ലൊരു ഒരു ചെറിയ നമ്മൾ ഈറുമ്പൊക്കെ അല്ലേ മീൻ പിടിക്കണം, അതുപോലെ തന്നെ ചുവപ്പ് കളറായിട്ട് നമ്മളൊരു സൂര്യ ഉദിച്ചിരിക്കണ മാതിരി നല്ല ഭംഗിയുള്ള പൂക്കൾ ആദ്യം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇത് ശരിക്കും മണ്ണിലാണ് കുഴിച്ചിട്ടുള്ളത്. മണ്ണിൽ കുഴിച്ചിട്ട് അത് വലിയൊരു മരമായിട്ട് ഇത് വളരും. പക്ഷെ അത് അത്ര വലുതാക്കി നമുക്ക് ഉണ്ടാക്കാനാവില്ല എന്ന് കരുതിയിട്ടാണ് ഈ ചട്ടിയിൽ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചട്ടിയിലാവുമ്പോൾ നമ്മൾ വല്ലാതെ വളരുമില്ല, നമുക്ക് പൂവ് കിട്ടും ചെയ്യും. ഞാനൊരു സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ അത് നമ്മൾ ചട്ടിയിൽ ചെയ്യാതെ ഇരുന്നത് കേട്ടോ. അല്ല മണ്ണിൽ ചെയ്യാതെ ഇരുന്നത് കേട്ടോ. അപ്പോൾ മണ്ണിൽ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള വിഷയം അത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, അത് വലിയൊരു മരമായി മാറും. പക്ഷേ നമ്മൾ വലിയൊരു മരമാക്കിയിട്ട് ഇവിടെ ഒരു ചെടി ഉണ്ടാക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ ചട്ടിയിൽ ഇത് ചെയ്തിട്ടുള്ളത്. അത് കണ്ടില്ലേ, ഇത് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ അതിലുള്ളൊരു ചെടിയാണ് കേട്ടോ. അത് നല്ല പൂക്കൾ തരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു കാഴ്ച കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടീൻ്റെ ഒക്കെ ഉള്ളിലാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസമൊക്കെ ഈ പൂവ് നിൽക്കും കേട്ടോ. അതിപ്പോൾ പൂവ് ചാടിയതാണിത്. 2 ദിവസം ഈ പൂവ് നിൽക്കും. ഇതിനൊരു പ്രത്യേകിച്ച് വാസന ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ നടുഭാഗത്തൊരു മഞ്ഞ ഹോളിൽ കണ്ടില്ലേ, ഒരു മഞ്ഞ കളറുണ്ട്. അപ്പോൾ ഇതൊരു ലൈറ്റ് കത്തി നിൽക്കുന്ന മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. ഇത് നല്ലൊരു ചെടിയാണിത്. എല്ലായിടത്തും കാണുന്നതാണ്. എന്നാലും നമുക്കത് ഒരു ഗാർഡനിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത് മുൻഭാഗത്തേക്ക് വെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സൈഡിൽ വെച്ചിട്ടൊരു കാഴ്ച ഇല്ലാത്തടത്ത് ഈ പൂവ് വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് മാറ്റി പറഞ്ഞാൽ നമ്മൾ പൂവുള്ള ചെടി എപ്പോഴും നമ്മൾ കാഴ്ചയുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഈ കൂട്ടത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എല്ലാ ഇതിനും. മറ്റേ അല്ലാതെ പൂവുള്ളത് നമ്മൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. പൂവുള്ളത് എപ്പോഴും കാഴ്ച കിട്ടുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് വെച്ചിട്ട് നോക്കണം. അത് കണ്ടില്ലേ, ഈ ഭാഗത്ത് ഈ ചെമ്പരത്തി ഇതൊക്കെ കൂടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ ഈ കോളാമ്പി ഉണ്ടല്ലോ, കോളാമ്പി ഇത് വലിയൊരു മരമായിരുന്നു. ഈ ചട്ടി തന്നെ നിർത്തിയത്. അപ്പോൾ നമ്മളത് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഉഷാറാക്കി. ഇപ്പോൾ പുതിയ ഇതൊക്കെ നാമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ അത് ഈ പൂവിടുന്ന് വിചാരിക്കണം. ഇവിടെ ഈ ഭാഗത്തൊക്കെ പൂച്ചെടികളുണ്ട് കേട്ടോ. ഈ പൂച്ചെടികൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്ന് ചെടികളെപ്പോഴും നമ്മൾ ഒരു സൈഡില്ലാത്ത ഭാഗത്തേക്കാണല്ലോ വളരെ. അപ്പോൾ ഇത് നമ്മൾ ആ ഭാഗത്ത് പോയിട്ട് ഇപ്പോൾ ഇത് കാണിക്കുകയാണെങ്കിൽ ഈ ചെടികളുടെ മുഖങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. കണ്ടോ, നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ പൂക്കളൊക്കെ നമുക്ക് ശരിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നമ്മൾ ഈ സെറ്റ് ചെയ്യണതും ഇത് നമ്മൾ ശരിക്ക് ചെടി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ കാഴ്ചക്ക് എപ്പോഴും വെള്ളപ്പൂവുള്ളൊരു ചെടി ഉണ്ടെങ്കിൽ ആ ഗാർഡനിൽ നമുക്ക് ഒരു പ്രത്യേക ഫീലാവും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരു ഇങ്ങനെ ഒരു ഇലച്ചെടിയാണ് കേട്ടോ. ഈ ഇലച്ചെടികൾ ഉണ്ടായാൽ പൂവ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പൂവുള്ള മാതിരിയാവും കേട്ടോ. അത് പൂന്തോട്ടത്തിൽ കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പൂവ് ഉണ്ടായിട്ടല്ല ഇത് ഈ എപ്പോഴും ഈ ഇല ഇങ്ങനെ പൂവുള്ള മാതിരിയാണ്. ഈ ഇലച്ചെടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു ഇലച്ചെടിമേ ഒരു മഞ്ഞ പൂവ് വിരിഞ്ഞ മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. പല ഡിസൈൻ നമുക്ക് ഈ ഒരു ചെടിയിലുണ്ട് കേട്ടോ. പല കളറുമായിട്ട് ഇത് ഇല. ഇനിയിപ്പോൾ ഇത് വേറെ ഉണ്ടാണ് പച്ച കളറോ, അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഇലച്ചെടികൾ ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ അവിടെ
പിന്നെ തെച്ചി പിന്നെ പൂക്കളുണ്ട്. തെച്ചി കണ്ടില്ല, ഈ ചെടീൻ്റെ അതേ ഇതിൽ തന്നെ അതേ കളറാണ് തെച്ചി. ഒരു കാവി കളറാണ്. നമുക്ക് ക്യാമറയിൽ അത്ര ഒരു പിന്നെ അത് കിട്ടുന്നില്ലെങ്കിലും നമുക്ക് അതൊരു ഫീല് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു കളറാണ്. ക്യാമറയിൽ കാവി കളർ കിട്ടുന്നില്ല അത്. പിന്നെ ഇവിടെ ഈ ഇലച്ചെടി ഇത് കണ്ടില്ല, ഈ ഇലച്ചെടിക്ക് ഉള്ള പ്രത്യേകത പറഞ്ഞാൽ ഇത് പല സമയത്ത് പല കളറും ആവും. ഇനി നല്ല വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ലൊരു റെഡ് കളറാവും ഇത്. ഇപ്പോൾ ഈ പുതിയ ഇല ഇങ്ങനെ വരുന്നത് പിന്നെ ഒരു പച്ച കളറാണ്. ഇത് കണ്ടില്ല, ഇപ്പോൾ ഈ ഒരു ഇലക്ക് ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിന് കണ്ടില്ല, ഇതൊരു നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ച മാതിരിയാണ് ഈ ഒരു ഇല വരുന്നത്. ഇത് നല്ല ഇതിലേറൊക്കെ വലുതാവും. ഇത് കണ്ടില്ല, ഈ ഒരു ഇലൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഏകദേശം നമ്മളൊരു കൈയിൻ്റെ പിന്നെ നീളമുണ്ട് ഇവിടെ ഇതുവരെ തട്ടാനായിട്ട്. ഇത് കണ്ടില്ലേ, ശരിക്കും ഞാനിങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇലൻ്റെ വലിപ്പമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഒരു ചെടീൻ്റെ എത്ര പിന്നെ ഇലയൊന്നും വലുതാണൊരു ഇങ്ങനത്തെ പിന്നെ ഇലച്ചെടിയൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് മഞ്ഞ കളറും പച്ചയാണ് വരുന്നത്. അധികം ഇതിൻ്റെ ഇലകൾ മഞ്ഞ ആയിട്ടാണ് ഇത് ഉണ്ടാകുക കേട്ടോ. ഇതിൻ്റെ തന്നെ റെഡ് കളറുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ കാണിച്ചില്ലേ, അത് റെഡ് കളറാണ് ആ ഒരു ചട്ടിയിലുള്ളത്. പിന്നെ നമ്മളിവിടെ കുറ്റി കുരുമുളക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ കുരുമുളക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് പാസ്സായിട്ടുണ്ട്. ഇന്ന് അത് പോയിട്ട് കൊണ്ടുവരണം. ഈ കുരുമുളക് ഒരു പ്രത്യേക കുരുമുളകാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇതിപ്പോൾ നമ്മൾ തോക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ കുരുമുളക് ഉണ്ടാകുക. ഇത് കണ്ടോ, ഇങ്ങനെ ഈ മുളക് കഴിയുമ്പോൾ ഒരു കൊലമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് ഇതായിട്ട് അതിലൊക്കെ കായകളുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു പിന്നെ ഈ ഭാഗത്തുപെട്ടൊരു കുരുമുളകാണ്. തെക്കൻ പെപ്പർ ആണ് ഇതിന് പറയുക കേട്ടോ, തെക്കൻ. അപ്പോൾ പിന്നെ വേറൊരു ആൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കുമ്പുക്ക എന്ന് പറഞ്ഞാൽ. ഈ രണ്ടും ഒരേ പിന്നെ ഈ ഭാഗത്തുപെടുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡ് പ്ലാന്റ് ഉണ്ടല്ലോ, റെഡ് പ്ലാന്റ് ഇവിടെ നല്ല ഭംഗിയായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അത് തൈ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടത്. നമ്മൾ ചെറിയ പീസുകൾ അത് എടുത്തിട്ട് നമുക്ക് പിന്നെ തൈകൾ ഒരുപാട് തൈകൾ നമുക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒക്കെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പിന്നെ നമ്മൾ ഒരു മീൻകുളമുണ്ട്, അതിൻ്റെ ചുറ്റുപാടും നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെന്തെങ്കിലും വിലപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കും ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് പിന്നെ വീഡിയോകൾ ചെടികളെ പറ്റും പച്ചക്കറികളെ പറ്റിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനലൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നണം. അപ്പോൾ ഉപകാരം പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനുകളൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്, പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ കാണുമ്പോൾ തന്നെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ കണ്ടില്ല, ഇത് ഒരു ഓലച്ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ മഞ്ഞയും പച്ചയും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പച്ചയും മഞ്ഞ കളറും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ റോസ് ഒരു പിന്നെ വലിയ പിന്നെ ഒരു വെള്ളിയല്ല, എന്നാൽ പിന്നെ റോസ് കളറും അല്ല, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടത്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ചെടിയാണിത്. പിന്നെ നല്ല ഇതിൻ്റെ ഇവിടെ ഒക്കെ പൂവുണ്ടാകുന്നുണ്ട്. ഇതിൽ നമ്മളൊരു 3 തണ്ട് ഒന്നായിട്ടാണ് പിന്നെ കുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ഇത് വേറെ കളറാകാൻ സാധ്യതയുണ്ട് ഈ ഉണ്ടാവുന്നത്. ഏതായാലും നല്ല ഭംഗിയിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ ജമന്തി ഉണ്ടല്ലേ, ജമന്തി പൂക്കളൊക്കെ തീരാനായി. ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂക്കൾ തീർന്നാൽ പിന്നെ ആ ചെടി ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളത് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തി പിന്നെ 6 മാസം നമ്മൾ കാത്തിരിക്കണം കേട്ടോ. അത് പൂവ് ഇങ്ങനെ വിരിഞ്ഞ് കിട്ടാനൊക്കെ ഒരുപാട് പാടാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ, നിർത്തുകയാണ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് പിന്നെ ഇത്
ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.